എന്താണ് ജാസ്മിൻ്റെ അഫ്സലിൻ്റെ ബന്ധം? ഇതാണ് എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആരാണ് അഫ്സൽ? അഫ്സൽ എന്നൊരാളുമായി താൻ കമ്മിറ്റഡ് ആണ് എന്ന് ജാസ്മിൻ ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് പറയുന്നു അഫ്സൽ എന്നെ പെണ്ണ് കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമാണെന്ന്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശമെന്ന് നിരവധി പേർ ചോദിക്കുന്നു. അഫ്സൽ പെണ്ണ് കാണാൻ വന്നൊരു ചെറുപ്പക്കാരൻ മാത്രമാണെങ്കിൽ ജാസ്മിനെ ബിഗ് ബോസിലേക്ക് അയക്കാൻ ജാസ്മിൻ്റെ വാപ്പയോടൊപ്പം അഫ്സൽ ഒരിക്കലും വരില്ലായിരുന്നുവെന്ന് നിരത്തുന്ന തെളിവുകളിൽ സഹിതം വ്യക്തമാകുന്നു. ബിഗ് ബോസിലേക്ക് ജാസ്മിൻ ജാഫർ എത്തുന്ന സമയം വാപ്പയോടൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി അഫ്സലിനെ കാണാം. അഫ്സലും ജാസ്മിനുമായിട്ടുള്ള വിവാഹബന്ധം ഉറപ്പിച്ചതിന് ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയത് പോലും. എന്നാൽ അവിടെ ചെന്ന് കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ തന്നെയും പുറത്ത് ജാസ്മിനൊരു വിവാഹബന്ധമുണ്ടെന്ന് ഓർക്കാതെയാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ വിമർശനത്തിലേക്ക് എത്തിക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ശ്രീതുവുമായി നടത്തിയ ചില ഡിസ്കഷനിൽ അഫ്സൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അഫ്സൽ എന്നെ പെണ്ണ് കാണാൻ വന്നൊരു ചെറുപ്പക്കാരൻ മാത്രമാണ് എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ ബിഗ് ബോസിലേക്ക് പോകുന്ന ദിവസമുള്ള യാത്ര വ്ളോഗായി പങ്കുവച്ച ജാസ്മിൻ അഫ്സലുമായി നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. അതേ ദിവസമുള്ള ഒരു വീഡിയോ, ജാസ്മിൻ ചെന്നൈയിലെത്തിയ വീഡിയോ ബിഗ് ബോസ് ടീം കൊണ്ടുപോകുന്ന ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. വാപ്പയുടെ കൈ ഇറുക്കി പിടിച്ച് നടന്നു പോകുന്ന ജാസ്മിനെ നമുക്ക് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ കാണാം. അതേ വസ്ത്രമണിഞ്ഞ് അതേ സ്ഥലത്ത് നിന്ന് അഫ്സലുമായിട്ടുള്ള ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട്. അതേ ദിവസമുള്ള മറ്റൊരു ഫോട്ടോ കൂടിയും ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അഫ്സൽ വെറും കറിവേപ്പില ആയി ജാസ്മിനെ ചെയ്തിരുന്നു. ബ്ലോക്ക് വാപ്പയുടെ കൂടെ ഉണ്ടത് മറക്കണ്ട എന്നും വാപ്പയ്ക്കിതൊന്നും സഹിക്കാനാകുന്നില്ല എന്നും ജാസ്മിൻ ഇതെല്ലാം മറന്നു കളിക്കുന്നുവെന്നും പറയുന്നു. പുറത്തിറങ്ങുമ്പോൾ കാക്ക എന്ന് വിളിച്ചാൽ കൂടെ പോകുന്നവരൊക്കെ തന്നെയും ഇത് കാണണമെന്നും ഇതൊക്കെ അറിയണമെന്നും പറയുന്നു. ജാസ്മിനെ കൊണ്ടാക്കിയത് പോലും അഫ്സലായിരുന്നു. അവസാനമായി ബിഗ് ബോസിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയവും വാപ്പയും ഉമ്മയും നോക്കാൻ അഫ്സൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ചവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നതും അഫ്സൽ തന്നെയാണ്. അവരെ പൊന്നുപോലെ നോക്കിയിരുന്നതും അഫ്സൽ തന്നെയാണ്. അതുകൊണ്ടാണ് ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ജാസ്മിൻ ഇത്തരത്തിൽ പ്രവൃത്തി കാണിക്കുമ്പോൾ വിഷമം വരുന്നതും അത് ഹൃദയത്തിന് തകരാറുണ്ടാക്കിയതും. പുറത്ത് വേറെ ഒരു സ്വഭാവമാണെന്ന് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് തന്നെയായിരിക്കും വാപ്പ ഉദ്ദേശിച്ചത്. ജാസ്മിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അത് വളരെ മോശമായൊരു സ്വഭാവമാണെന്നും പറയുന്നു. നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ജാസ്മിനും അഫ്സലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അഫ്സൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെത്തി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വോയിസ് നോട്ടിൽ തന്നെ അത് വളരെ വ്യക്തമായി കാണാം. അഫ്സലും ജാസ്മിനും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെന്ന് അഫ്സൽ വളരെ വ്യക്തമായി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞാണ് ബിഗ് ബോസിൽ പോകണമെന്നുള്ള വാശി ജാസ്മിൻ തന്നെയായിരുന്നുവെന്നും അഫ്സൽ പറയുന്നു. വളരെയധികം സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം ഉടനടി നടത്തിയതെന്നും പറയുന്നുണ്ട്. നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നടത്തുന്ന കാര്യങ്ങളിൽ സംസാരിക്കുന്നത്. അഫ്സലിന് ശരിക്കും ജാസ്മിനെ ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ജാസ്മിൻ കാണിക്കുന്നതിനോട് അഫ്സലിന് യാതൊരു സപ്പോർട്ടും ഇല്ല എന്നും അതിൽ പിന്തുണയ്ക്കുന്നില്ല എന്നുമാണ് അഫ്സൽ പറയുന്നത്. ഈ കാണിക്കുന്നതിൽ എനിക്കൊരു അർത്ഥവുമില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതിന് അവൾക്ക് അവളുടേതായ ന്യായീകരണം ഉണ്ടായിരിക്കും. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കരുതെന്നാണ് അവൾ പറഞ്ഞിട്ട് പോയത്. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എനിക്കിത് വിശ്വസിച്ചല്ലേ മതിയാകും. ഇവൾ എന്താണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീധുവിൻ്റെ അടുത്ത് പറയുന്നു അഫ്സലിന് പെണ്ണ് കാണാൻ വന്നൊരു ചെറുപ്പക്കാരൻ മാത്രമാണെന്ന്. ഞങ്ങളുടേത് ലവ് മാരേജാണ്, ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ല. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ കൊണ്ട് അവളുടെ വീട്ടിൽ പോയതും വിവാഹ നിശ്ചയം നടത്തിയതുമെല്ലാം. അവൾ പറഞ്ഞിടത്തെല്ലാം ഞാൻ അവളുടെ കൂടെ പോയിട്ടുണ്ട്. എന്നിട്ടും ഞാനൊരു പെണ്ണ് കാണാൻ വന്ന ചെറുപ്പക്കാരനാക്കി മാത്രം മാറ്റുമ്പോൾ എൻ്റെ ഉള്ളിലും വിഷമമുണ്ടെന്ന് അഫ്സൽ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.